ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായിട്ട് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നല്ല ഓഫർ തന്നെയാണ്. നിങ്ങൾക്കറിയാം, മാർബിൾ ഹോംസിലേക്ക് വിളിക്കുന്ന ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്, അതായത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് ഏകദേശം ഒരു 40 ലക്ഷത്തിലൊക്കെ താഴെ വരുന്ന വീടുകളുണ്ടോ, അതിന്റെ വീഡിയോ ഉണ്ടോ, ഫോട്ടോസ് ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് മാർബിൾ ഹോംസിന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റി കാണും, കാരണം തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന കോളുകൾ 40 ലക്ഷത്തിൽ താഴെ വീടുകൾ ചോദിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്ത് പ്രൈസ് കാറ്റഗറികളിൽ വരുന്ന വീടുകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് എന്നുള്ളത്. ഈ കാണുന്ന വീടുകളെല്ലാം നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 40 ലക്ഷം ബഡ്ജറ്റിലൊക്കെ താഴെ നിൽക്കുന്ന വീടുകൾ തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂര് തത്തപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഈ ഒരു ഭാഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, നമ്മൾ മാർബിൾ ഹോംസിലൂടെ കാണിക്കുന്ന ഈ ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെ ഫ്ലഡ് അഫക്റ്റഡ് അല്ലാത്ത ഏരിയകളിലാണ് കാണിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ പലർക്കും സംശയമുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഫ്ലഡ് അഫക്റ്റഡ് ആണെന്ന്. അത് നിങ്ങളുടെ വേറെ ഒരു സംശയം മാത്രമാണ്. ഫ്ലഡ് അഫക്റ്റഡ് ആണ്, പക്ഷെ അങ്ങനെയുള്ള ഏരിയകളിലുള്ള വീടുകൾ ഒരിക്കലും നമ്മളൊരു ചാനലിലൂടെ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഫ്ലഡ് അഫക്റ്റഡ് അല്ലാത്ത ഏരിയകളിലുള്ള വീടുകൾ മാത്രമാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഏകദേശം ഒരു 8ഓളം വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്തുള്ളത്. ഇതുപോലെ പല പ്രൈസ് റേഞ്ചുകളിലും പ്രൈസ് കാറ്റഗറികളിലൊക്കെയാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എളുപ്പത്തിൽ എവിടേക്കൊക്കെ എത്തിപ്പെടാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇടപ്പള്ളി ലുലു മാളിലേക്കാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കൊക്കെ വെറും 20 മിനിറ്റ് താഴെ മാത്രമാണ് ട്രാവൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ബീച്ചുകളും എല്ലാമായിട്ട് ചുറ്റപ്പെട്ടൊരു സ്ഥലം തന്നെയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലും ഒക്കെ നല്ല ഏരിയകളൊക്കെ ഒരുപാട് ബീച്ചുകളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ബസ് റൂട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ വെറും 200 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. മെയിൻ ടാറിട്ട റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങി നല്ല ഭംഗിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് നിങ്ങൾക്ക് ഇവിടെ എല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഒറ്റ നില വീടുകൾ എന്ന് നമുക്കൊരു നൊസ്റ്റാജിക് ഫീലാണ്. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ചെയ്യുന്ന വീടുകൾ കൂടുതലും ഒറ്റ നിലയിലുള്ള വീടുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായ വീടുകൾ കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള 1-2 വീടുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. എല്ലാ വീടുകളും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ലെങ്തി ആവുന്നതുകൊണ്ട് നിങ്ങൾക്കും ബോറിംഗ് ആണ്, വീഡിയോ ലെങ്തി ആവും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഷോർട്ടായിട്ട് ഒരു വീട് തന്നെ കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് നല്ല ലെങ്തി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഒറ്റ നിലയിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ എല്ലാം നിറയെ വില്ലകളാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഓരോ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ഈ ഒരു ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന്റെ ഗേറ്റും മതിലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു. മതിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മതിലിന്റെ ഒക്കെ ഇടയ്ക്ക് വരുന്ന ആ സ്പേസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയുള്ള ചെറിയ പൂക്കളൊക്കെയുള്ള പ്ലാന്റ്സ് ഒക്കെ അവർ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മതിലും ഗേറ്റും ഒക്കെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കിയാലും കാണാം, ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു വീടിന്റെ ഒറ്റ നിലയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭംഗിയുള്ള വീടിന്റെ എലിവേഷൻ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ക്ലാഡിംഗ് സ്റ്റോൺസ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സിമെന്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഡിസൈൻ, നല്ല കളറൊക്കെ കൊടുത്തിട്ട് വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കാർ പോർച്ചിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, കാർ പോർച്ചിന്റെ ഏരിയ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഭംഗിയുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൂടാതെ 2 വീലേഴ്സ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങനെ നീണ്ടു നിവർന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഈ ഒരു കാർ പോർഷൻ നിങ്ങൾ കണ്ടു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. 2 വീലറൊക്കെ വെക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇതിന്റെയൊക്കെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസും അതുപോലെ തന്നെ കുറച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഈ ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്.
വീടിന്റെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരെയൊക്കെയാണ് അവർ ഇതുപോലുള്ള ഭംഗിയുള്ള ടൈല് വിരിച്ചിരിക്കുന്നത്. ബാക്കി ബാക്കിലേക്ക് വരുന്ന ഭാഗം ഇതുപോലുള്ള ബേബി മെറ്റലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ബാക്ക് സൈഡിലുള്ള കിച്ചന്റെ ഡോറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീടിന്റെ ഈ ഒരു ഭാഗം ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരാൾക്ക് പാസ് ചെയ്യാവുന്ന സ്പേസ്, എപ്പോഴും ഒരു വീടിന് അങ്ങനെയാണ് വേണ്ടത്, പാസ് ചെയ്യാനുള്ള സ്പേസ് ചുറ്റിനും വേണമെന്നുള്ളതാണ്. അതൊക്കെ അവർ അത് കറക്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു വഴി കൂടെ ബേബി മെറ്റൽ വിരിച്ചിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ നേരെ ചെല്ലുന്നത് വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ്. ബാക്ക് സൈഡ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് കളറിലുള്ള ബോർഡറും ഇവിടെ എല്ലാം തന്നെ വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈലുമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പവർ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ കറണ്ട് പോയിരിക്കുന്ന ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് മുകളിലൂടെ പോയിരിക്കുന്ന LED ലൈറ്റുകളുടെ സ്ട്രിപ്പൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അതൊന്നും ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല, അപ്പോൾ ക്ഷമിക്കുക. അപ്പൊ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീടിന്റെ ഡോറ് കാണാം. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. 2 പീസ് ആയിട്ടാണ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. കട്ടിലപ്പടിയൊക്കെ നോക്കിയാലും കാണാൻ നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പാസേജ് അവർ കംപ്ലീറ്റ് ആയിട്ട്, ഈ ഒരു പാസേജ് ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കിച്ചൺ വരെയുണ്ട്. അവിടെ വരെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു വുഡൻ ഒരു പാനലിംഗ് ആണ് അവർ ഫ്ലോറിലൂടെ അതുപോലത്തെ ഒരു ടൈലാണ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഗസ്റ്റ് ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് TV യൂണിറ്റ് ഈ ഒരു ഏരിയ ഒക്കെ തന്നെ അവർ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കൊക്കെ വരുന്ന ഈ ഒരു എൻട്രൻസ് നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള വുഡിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഓപ്പൺ ഷെൽഫുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തേക്ക് പോകുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ഡോറിന്റെ ഒക്കെ പാറ്റേൺ വരുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു മിറർ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ ഫിനിഷ് ആണ് ഈ ഭാഗത്തെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളറിലുള്ള കോമ്പിനേഷനുകളാണ് ടൈലുകളുടെ കളറായിട്ടൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലിവിംഗ് സ്പേസ് നമ്മൾ കണ്ടു, ഇവിടെയുള്ള ഒരു ബെഡ്റൂം കണ്ടു. അതിനുശേഷം നമ്മൾ വരുന്നത് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. ഒരു ഫാമിലിയിലുള്ള 3-4 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ തക്കവണ്ണമുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ അവർ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ ഈ ഒരു സ്പേസിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ വാഷിംഗ് ഏരിയ ആണ്. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് ബേസിനൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗത്താണെങ്കിലും കബോർഡുകളായിട്ടൊക്കെയാണ് കൺവെർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ ഈ ഒരു വോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതിലും ഒരു ചെറിയൊരു ഫ്ലവർ പോട്ടൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഇവിടെയും അവർ ഓൾറെഡി അവർ കർട്ടന് പകരമായിട്ട് ബ്ലൈൻഡ്സ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനാണ് ടൈലുകൾക്കെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ ടോട്ടലി 2 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. 2 ബെഡ്റൂമോട് കൂടിയ മനോഹരമായ വീടാണ് നിങ്ങളിപ്പോൾ മാർബിൾ ഹോംസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചന്റെ ഡോർ വന്നിട്ട് ഹാഫ് ഗ്ലാസ്സിലും ഹാഫ് വുഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു ബോർഡർ നമുക്ക് കിച്ചണിന്റെ എൻഡ് വരെ അവർ കണ്ടിന്യൂ ചെയ്ത് പോന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിയിലെ 3-4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു സൈഡിലുള്ള സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ തന്നെ ഒരു വുഡൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ കബോർഡുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഗ്രേ ആൻഡ് ഒരു വുഡൻ കളറാണ് അവർ മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് 2 ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണ് ആവശ്യമായ രീതിയിലുള്ള കബോർഡുകളൊക്കെ തന്നെയാണ് അവർ താഴെയും മുകളിലൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തുറക്കുന്ന ഡോറ് നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയുടെയൊക്കെ സ്പേസിലേക്കാണ്. ഇപ്പോൾ വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. ഈ ഒരു ഏരിയ അവർ പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൺവെർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.
ഇത്രയൊക്കെയാണ് ഈ ഒരു മനോഹരമായ വീടിനകത്ത് പരിചയപ്പെടുത്താനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കൊച്ചു ഫാമിലിക്ക് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റിയ നല്ല ഒരു വീട്, അതും നല്ലൊരു അറ്റ്മോസ്ഫിയറിലും നല്ലൊരു വില്ല പ്രൊജക്റ്റിനകത്തുമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു ഏകദേശം ഇവിടെ ഒരു 8ഓളം വില്ലകളാണ് നമുക്കുള്ളത്. എല്ലാ വീടുകളും കാണിക്കാനായിട്ട് വീഡിയോ ലെങ്ത് ആവുന്ന ഇൻ ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഏകദേശം 8ഓളം വില്ലകളുണ്ട്. അതിനകത്ത് ഇതിന്റെ ലാൻഡ് അളവൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 3.25 3.25 സെന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 780 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന് വരുന്നത്. 2 ബെഡ്റൂമുകളാണ് ഇതിനുള്ളത്. ഇതിന് ഏകദേശം ഒരു 33 ലക്ഷം 34 ലക്ഷം രൂപയൊക്കെയാണ് ഈ കാണുന്ന വീടുകളുടെ കോസ്റ്റ് വരുന്നത്. അപ്പം ഇതുപോലുള്ള 2-3 വീടുകൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനകത്തുണ്ട്. എനിവേ നമുക്ക് 35 ലാഖിൽ താഴെയാണ് ഈ കാണുന്ന വില്ലകളുടെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതേ പ്രൊജക്റ്റിൽ തന്നെ ഒരു 4 ബെഡ്റൂമിന്റെ വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ തരുന്നുണ്ട്. അതും ഒരു 50 ലക്ഷം രൂപയിൽ താഴെയായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 3.25 സെന്റിലൊക്കെ ഒരു 2 ബെഡ്റൂമിന്റെ വീടുകൾ 35 ലക്ഷം രൂപയിൽ താഴെ കിട്ടും. അതുകൂടാതെ 4 ബെഡ്റൂമുകൾ വേണം എന്നുള്ളവർക്കാണെങ്കിൽ 50 ലക്ഷത്തിൽ താഴെയും ഇവിടെ വീടുകൾ ലഭ്യമാണ്. എഗെയിൻ ഞാൻ പറയുകയാണ്, ഇവിടെ ഫ്ലഡ് എഫക്റ്റഡ് ആയ ഏരിയ അല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇപ്പോൾ അറിയാവുന്നതാണ്, നമ്മുടെ പുതിയ റോഡ് വരുന്നുണ്ട്, പറവൂർ ഹൈവേ വരുന്നുണ്ട്. അവിടെ ആ ഒരു ഹൈവേ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ യാതൊരു ബ്ലോക്കും ഇല്ലാതെ നമുക്ക് എടപ്പള്ളി സൈഡിലേക്കൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് എത്തിപ്പെടാം. അപ്പോൾ ഈ 35, 34, 50 താഴെ വരുന്ന ബഡ്ജറ്റിലുള്ള വീടുകളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക. ഇതുപോലുള്ള ബഡ്ജറ്റിലുള്ള വീടുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇതല്ലാതെ ഈ ഭാഗങ്ങളിലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാറിയൊക്കെ ഒരുപാട് വീടുകൾ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇതേ ബഡ്ജറ്റിലുള്ള വീടുകൾ നമ്മുടെ അടുത്ത് ഇനിയും അവൈലബിൾ ആണ്. ഇതൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള പല ബഡ്ജറ്റിലുള്ള മനോഹരമായ വീടുകളുമായി ഇനി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.